KTET ഇംഗ്ലീഷിൻ്റെ സിലബസിലൊരു ഭാഗമായിട്ടുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. KTET എക്സാം തുടങ്ങിയത് തൊട്ടിട്ട് ഇന്നേ വരെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഇതുവരെ വന്നിട്ടില്ല. ഒരു ഇയറിലും ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഇയർ നമ്മൾ ചോദിച്ചുകൂടാന്നില്ല, ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് നോക്കി വെക്കുക കുറച്ച് ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് മീനിങ് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ. ഒരു ലാംഗ്വേജിൽ നിന്നും മറ്റൊരു ലാംഗ്വേജിലേക്ക് മീനിങ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ട്രാൻസ്ലേഷൻ എന്നാണ്. ലാംഗ്വേജ് ഫ്രം വിച്ച് ടെക്സ്റ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ്. ഏത് ലാംഗ്വേജിൽ നിന്നാണോ നമ്മൾ ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതിനെ പറയുന്ന പേര് സോഴ്സ് ലാംഗ്വേജ് എന്നാണ്. ഇനി ഏത് ലാംഗ്വേജിലോട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതിനെ പറയുന്ന പേര് ടാർഗറ്റ് ലാംഗ്വേജ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ SL സ്റ്റാൻഡ്സ് ഫോർ. SLൻ്റെ ഫുൾ ഫോം സോഴ്സ് ലാംഗ്വേജ് എന്നാണ്. TL സ്റ്റാൻഡ്സ് ഫോർ ടാർഗറ്റ് ലാംഗ്വേജ്. അടുത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ട്രാൻസ്ലേഷൻ്റെ ടൈപ്സ് ചോദിക്കാം. വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ പറയുന്ന പേര് ലിറ്ററൽ ട്രാൻസ്ലേഷൻ എന്നാണ്. അടുത്തത് സെൻസ് ഫോർ സെൻസ് ട്രാൻസ്ലേഷൻ, അതിനെ പറയുന്ന പേര് ഫ്രീ ട്രാൻസ്ലേഷൻ എന്നാണ്. റൈറ്റിംഗ് നമസ്തേ ഇൻ ഇംഗ്ലീഷ് ലെറ്റേഴ്സ്. അപ്പോൾ നമസ്തേ എന്നുള്ള വാക്ക് നമ്മൾ ഇംഗ്ലീഷ് ലെറ്ററിൽ എഴുതുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് ട്രാൻസ്ലിറേഷൻ എന്നാണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് മദർ ടങ്ങിനെ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുന്ന ആ രീതിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചേഞ്ചിങ് എ നോവൽ ടു സ്യൂട്ട് ന്യൂ കൾച്ചർ. അതിന് പറയുന്ന പേര് അഡാപ്റ്റേഷൻ എന്നാണ്. ട്രാൻസ്ലേഷൻ ബൈ AI സോഫ്റ്റ്വെയർ. AI അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ലേഷൻ പറയുന്ന പേര് മെഷീൻ ട്രാൻസ്ലേഷൻ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡിങ് സെയിം മീനിങ് ഇൻ ടാർഗറ്റ് ലാംഗ്വേജ്. നമ്മൾ ടാർഗറ്റ് ലാംഗ്വേജിൽ തന്നെ അതിൻ്റെ മീനിങ് കണ്ടെത്തുന്നതിനെ നമ്മൾ പറയുന്ന പേര് ഇക്വലൻസ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഹു ഈസ് കാൾഡ് ഫാദർ ഓഫ് ട്രാൻസ്ലേഷൻ സ്റ്റഡി. ട്രാൻസ്ലേഷൻ സ്റ്റഡിയുടെ ഫാദർ ആരാ ചോദിച്ചാൽ അത് യൂജിൻ നിഡ. അടുത്തത് നിഡാസ് തിയറി എന്ന് പറയുന്നത് അതൊരു ട്രാൻസ്ലേഷൻ തിയറിയാണ്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്നത് ഇക്വലൻസിനെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കീപ്പിംഗ് സോഴ്സ് കൾച്ചർ ഇൻ ട്രാൻസ്ലേഷൻ. അതായത് നമ്മളുടെ സോഴ്സ് ലാംഗ്വേജിൽ നിന്ന് നമ്മളുടെ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൾച്ചറൊക്കെ മാറ്റുമല്ലോ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്തെ ഒറിജിനൽ കൾച്ചർ അല്ലേ, അപ്പോൾ അത് നമ്മളെ ഭാഷയിലുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൾച്ചറൊക്കെ മാറ്റും. പക്ഷെ അതൊന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ നമ്മൾ സോഴ്സ് ലാംഗ്വേജിൻ്റെ കൾച്ചർ എന്താണോ അത് തന്നെ ചേഞ്ച് ചെയ്യാതെ വെക്കുന്ന ആ രീതിനെ ഫോറിനൈസേഷൻ എന്ന് പറയാം. ഇനി വരുന്നത് ഡൊമസ്റ്റിക്കേഷൻ ആണ്. ഈ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞത് ഫോറിനൈസേഷൻ്റെ ഓപ്പോസിറ്റാണ്. കാരണം അതായത് ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഒരു ഭാഷയിൽ നിന്ന് ഒരു ഭാഷയ്ക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിനോട് യോജിച്ച് പോകുന്ന രീതിയിൽ അതിൻ്റെ കൾച്ചറിനെ മൊത്തം വായനക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാറ്റാം. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതിന് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയാം. അടുത്തത് മെയിൻ പർപ്പസ് ഓഫ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ്റെ മെയിൻ പർപ്പസ് എന്താ? ടു ബ്രിഡ്ജ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ലാംഗ്വേജ് ആൻഡ് കൾച്ചറിനെ ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ട്രാൻസ്ലേഷൻ ഹെൽപ്സ് ഇൻ. ട്രാൻസ്ലേഷൻ നമ്മളെ സഹായിക്കുന്നത് കൾച്ചറൽ എക്സ്ചേഞ്ച് നടത്താൻ, കൾച്ചറൽ എക്സ്ചേഞ്ച്, കൾച്ചറൽ എഡ്യൂക്കേഷൻ അതൊക്കെയാണ്. അടുത്തത് ട്രാൻസ്ലേറ്റിംഗ് ടാഗോർസ് പോയം ടു ഇംഗ്ലീഷ് ഈസ്. ടാഗോറിൻ്റെ പോയം ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒരു ലിറ്റററി വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ലിറ്റററി ട്രാൻസ്ലേഷൻ എന്നാണ് പറയാം. പിന്നെ സയൻസ് മാനുവൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതോ അതൊരു ടെക്നിക്കൽ ട്രാൻസ്ലേഷനാണ് അല്ലേ. സയൻസ് മാനുവൽ അല്ലേ, അപ്പോൾ ടെക്നിക്കൽ ട്രാൻസ്ലേഷനാണ് വരാം. ട്രാൻസ്ലേഷൻ ബിറ്റ്വീൻ ടു ഇന്ത്യൻ ലാംഗ്വേജ്. രണ്ട് ഇന്ത്യൻ ലാംഗ്വേജുകളുടെ ഇടയിലുള്ള ട്രാൻസ്ലേഷനെ ഇൻ്റർലിംഗ്വൽ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ ഈസ് കാൾഡ്. അതിന് പറയുന്ന പേര് ലിറ്ററൽ ട്രാൻസ്ലേഷനാണ്. ഈ വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഴ്സ് ലാംഗ്വേജ് ഉണ്ടല്ലോ അത് നമ്മളുടെ ടാർഗറ്റ് ലാംഗ്വേജിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അതിനെ ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഗ്രാമർ റൂൾസൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഡയറക്റ്റായിട്ട് ഓർഡർ ഒന്നും പാലിക്കാതെ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സെൻസ് ഫോർ സെൻസ് ട്രാൻസ്ലേഷൻ ഈസ് കാൾഡ്. ഈ സെൻസ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വേർഡ് ബൈ വേർഡ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് മാറാതെ തന്നെ ഡയറക്റ്റായിട്ട് അതിൻ്റെ മീനിങ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള ഒരു ട്രാൻസ്ലേഷനാണ്. അതിനെ ഫ്രീ ട്രാൻസ്ലേഷൻ എന്ന് പറയാം. മറ്റേത് ഗ്രാമർ റൂൾ ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ ഫ്രീ ട്രാൻസ്ലേഷനിൽ ഗ്രാമർ റൂൾ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റൈറ്റിംഗ് ഇംഗ്ലീഷ് വേർഡ്സ് ഇൻ മലയാളം സ്ക്രിപ്റ്റ്. മലയാളം സ്ക്രിപ്റ്റിലോട്ട് എഴുതുന്നതിനെ ട്രാൻസ്ലിറേഷൻ എന്ന് പറയാം. ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിലോട്ട് എഴുതുന്നതിന് നമ്മൾ മഴ എന്ന് എഴുതുമ്പം ഇംഗ്ലീഷിലോട്ട് എഴുതുമ്പോൾ MAZHE എന്ന് എഴുതില്ലേ, അതാണ് ട്രാൻസ്ലിറേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ചേഞ്ചിങ് എ സ്റ്റോറി ടു സ്യൂട്ട് ന്യൂ കൾച്ചർ. ന്യൂ കൾച്ചറിലോട്ട് സ്യൂട്ട് ആവാൻ വേണ്ടിയിട്ട് ആ സ്റ്റോറിനെ തന്നെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയാം. അടുത്തത് ട്രാൻസ്ലേഷൻ ഡൺ ബൈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിലൂടെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അത് മെഷീൻ ട്രാൻസ്ലേഷൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ഇൻ്റർലിങ്കിലും ഇൻട്രാലിങ്കിലും ഇൻ്റർ സെമിയോട്ടിക്കും. അപ്പോൾ ആ മൂന്ന് ട്രാൻസ്ലേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. രണ്ട് ലാംഗ്വേജ് തമ്മിലുള്ള ട്രാൻസ്ലേഷനെ ഇൻ്റർലിംഗ്വൽ എന്നും ഒരു ലാംഗ്വേജിൻ്റെ അല്ല അതേ ലാംഗ്വേജിലേക്ക് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇൻട്രാലിംഗ്വലാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ വേറൊരു ഇതിലേക്ക് അല്ലെ അതിൻ്റെ മീനിങ് മാറാതെ തന്നെ നമുക്കതിൻ്റെ സിനോണിംസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതാണ് ഇൻട്രാലിംഗ്വൽ. പിന്നെ വരുന്നത് വെർബൽ നിന്ന് നോൺ വെർബലിലോട്ട്. വെർബൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനെ വെർബൽ അല്ലാത്ത രീതിയിലേക്ക് അതിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇൻ്റർ സെമിയോട്ടിക്കാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ട്രാൻസ്ലേഷൻ ഓഫ് മൂവി സബ് ടൈറ്റിൽ ഈസ്. അപ്പോൾ മൂവി സബ് ടൈറ്റിൽസിൻ്റെ ട്രാൻസ്ലേഷനെ ഓഡിയോ വിഷ്വൽ ട്രാൻസ്ലേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്കറിയാലോ ഈ TV റേഡിയോ അതൊക്കെ ഓഡിയോ വിഷ്വൽ രീതിയിലല്ലേ വിടുക, അങ്ങനെ ഓർത്താൽ മതി. അടുത്തത് ലീഗൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ട്രാൻസ്ലേഷന് ലീഗൽ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ സ്വാൺ ട്രാൻസ്ലേഷൻ എന്ന പേര്.
പിന്നെ ട്രാൻസ്ലേഷൻ മസ്റ്റ് ബി ഫെയ്ത്ത്ഫുൾ ടു. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ട്രാൻസ്ലേറ്റർ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. എന്തിനോട്? സോഴ്സ് ടെക്സ്റ്റിനോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ഏത് ഭാഷയിൽ നിന്നാണോ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അതാണല്ലോ നമ്മുടെ സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അടുത്ത ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്നുള്ള സിലബസിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഈ 3 ആളുകളെ നിങ്ങൾ നോക്കി വെക്കുക. യൂജിൻ നിഡ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൻ്റെ ഫാദർ ആരാ ചോദിച്ചാൽ യൂജിൻ നിഡയാണ്. ഡൈനാമിക് ഇക്വലൻസ് തിയറി കൊണ്ടുവന്നതും യൂജിൻ നിഡയാണ്. അടുത്തത് ലൗറൻസ് വെനൂത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അത് ഫോറിനൈസേഷൻ, ഡൊമസ്റ്റിക്കേഷൻ, ആ 2 വേർഡ്, അത് 2 വേർഡിൻ്റെയും കൊണ്ടുവന്നിട്ടുള്ള, ആ 2 കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ളത് ലൗറൻസ് ആണ്. പിന്നെ വരുന്നത് റോമൻ ജാക്കബ്സൺ ആണ്. റോമൻ ജാക്കബ്സൺ ആണ് ഇൻ്റർലിംഗ്വൽ, ഇൻട്രാലിംഗ്വൽ, ഇൻ്റർസെമിയോട്ടിക് എന്നുള്ള ട്രാൻസ്ലേഷനെ 3 ഭാഗമാക്കിയത് റോമൻ ജാക്കബ്സൺ ആണ്. അപ്പോൾ ഇത്രയുള്ള നമ്മളുടെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്നുള്ള ഭാഗത്തു നിന്ന്, സിലബസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞല്ലോ, കേട്ടിട്ട് ഇതുവരെ, കേട്ടിട്ട് തുടങ്ങിയ മുതൽ തന്നെ ഇന്നേ വരെ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. സിലബസിലെ ബാക്കി ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.